എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 7, 8, 9, 10, 11 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. 2 അധ്യായങ്ങൾ കൊണ്ട് രാമചരിതം സംഗ്രഹിച്ചു പറയാൻ ആരംഭിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷി ആദ്യമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ പ്രാർത്ഥിക്കുന്നു. തുടരുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ ഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സുദേവ. ശ്ലോകം 7. ജിത്വാനുരൂപഗുണശീലവയോംഗരൂപാം സീതാഭിധാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വ്രജൻ ഭൃഗുപതേർവിനയൽ പ്രരൂഢം ദർഭം മഹീമകൃത യസ്ത്രിരരാജബീജാം. അനുരൂപഗുണശീലവയോംഗരൂപാം. സദൃശമായ ഗുണം, ശീലം, വയസ്സ്, ശരീരം, സൗന്ദര്യം എന്നിവയോടുകൂടിയും സീതാഭിധാം സീത എന്ന നാമധേയത്തോടുകൂടിയും ഉരസി അഭിലബ്ധമാന മാറിടത്തിൽ അഭിലപിക്കപ്പെട്ട സൽക്കാരത്തോടുകൂടിയിരിക്കുന്ന ശ്രീയം ജിത്വ ശ്രീദേവിയെ ജയിച്ചിട്ട് വ്രജൻ സഞ്ചരിക്കുന്നവനായിട്ട് മാർഗത്തിൽ ഭൃഗുപതേഹ് പരശുരാമന്റെ പ്രരൂഢം ദർപ്പം അതിക്രമിച്ചതായ അഹങ്കാരത്തെ വേനയൽ നശിപ്പിച്ചു. യാതൊരുവൻ മഹീം ഭൂമിയെ 3 വട്ടം രാജബീജാം രാജബീജത്തോട് കൂടാത്തതായിട്ട് അകൃത ചെയ്തു. തനിക്ക് ആയോജിച്ച സൽഗുണങ്ങളും സൗശീല്യവും പ്രായവും ദേഹ സൗന്ദര്യവുമുള്ള സീതയെ ആ ശിവധനുസിനെ മുറിച്ചിട്ട് അങ്ങനെയുള്ള വീര്യകൃത്യം കൊണ്ട് തനിക്ക് ഏറ്റവും യോജിച്ചതായ അതിസുന്ദരിയായ പിന്നെ സൽഗുണങ്ങളും സൗശീലവും പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ദേഹ സൗന്ദര്യം കൊണ്ടും തനിക്ക് ഏറ്റവും യോജിച്ച ആ സീതാദേവിയെ സ്വന്തമാക്കി സ്വാധീനയാക്കി. മുമ്പ് തന്നെ തന്റെ മാറിടത്തിൽ സൽക്കരിച്ചിരുത്തിയിരിക്കുന്ന ആ ശ്രീദേവി തന്നെയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് പറയുന്നു. ആ സീതാദേവിയോടുകൂടി മിഥിലാപുരത്തിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്ന മാർഗമധ്യത്തില് വന്നു ചേർന്ന ആ പരശുരാമന്റെ ആ ഉത്കടമായ അഹങ്കാരത്തെ നിശേഷം നശിപ്പിച്ചു. പരശുരാമൻ ആ ഭൂമിയിലുള്ള ക്ഷത്രിയന്മാരുടെ ബീജത്തെ 21 വട്ടം നശിപ്പിച്ചവനാവുന്ന അത്രയും പരാക്രമമാണ്. അങ്ങനെയുള്ള ആ പരശുരാമന്റെ ഗർവത്തെ നശിപ്പിച്ച ആ ശ്രീരാമചന്ദ്രൻ രക്ഷിക്കട്ടെ എന്നാണ്. സത്യപാശ പരിവീത പിതുർനിർദ്ദേശം ത്രൈണസ്യ ചാപി ശിരസാ ജഗൃഹേ സഭാര്യ രാജ്യം ശ്രിയം പ്രണയിന സുഹൃദോ നിവാസം തെക്തായ യൗവനം അസൂനിവ മുക്തസംഗ. ത്രൈണസ്യ അപി സ്ത്രീക്ക് അധീനനായിട്ടാണെന്നിരിക്കലും സത്യപാശ പരിവീത പിതു സത്യപാശത്താൽ ബന്ധിക്കപ്പെട്ട പിതാവിന്റെ നിദേശം ആജ്ഞയെ യാതൊരുവൻ ഭാര്യാസഹിതനായി ശിരസാ ജഗൃഹേ ശിരസുകൊണ്ട് ഗ്രഹിച്ചു. രാജ്യം രാജ്യാധികാരത്തെയും ശ്രിയം സമ്പത്തിനെയും പ്രണയമുള്ളവരെയും സുഹൃത്തുക്കളെയും നിവാസം വാസസ്ഥാനത്തെയും മുക്തസംഗ സംഘമുപേക്ഷിച്ചവൻ അസൂനിവ അസുക്കളെ എന്ന പോലെ ത്യജിച്ചിട്ട് വനം യയോ വനത്തെ യാനം ചെയ്തു. സ്ത്രീവശനായിട്ടാണെന്നിരിക്കലും ആ സത്യപാശത്താൽ ചുറ്റപ്പെട്ട പിതാവിന്റെ സ്ത്രീ വശംവദനായിട്ടാണല്ലോ കാട്ടിലേക്ക് പോണെന്ന് പറഞ്ഞത്. അങ്ങനെ ആ തന്റെ പിതാവിന്റെ സത്യം പരിപാലിക്കാനായിട്ട് പിതാവിന്റെ ആജ്ഞയെ ബഹുമാന പുരസ്സരം സ്വീകരിച്ചിട്ട് രാജ്യത്തുള്ള ആ ജന്മസിദ്ധമായ അധികാരത്തെ ഉപേക്ഷിച്ചു അല്ലെ. പിന്നെ രാജ്യ ഐശ്വര്യത്തെയും പ്രേമാസ്പദങ്ങളായിരിക്കുന്ന മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെ വാസസ്ഥാനമായ അയോധ്യയെയും വിരക്തന്മാരായ യോഗികള് പ്രാണങ്ങളെ എന്ന പോലെ ഉപേക്ഷിച്ചിട്ട് യാതൊരുവൻ ഭാര്യാസഹിതനായി വനത്തെ പ്രാപിച്ചുവോ ആ ശ്രീരാമചന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. രക്ഷസ്വസോ വ്യകൃതരൂപമശുദ്ധബുദ്ധേ തസ്യാഘരത്രിശിരദൂഷണമുഖ്യബന്ധൂൻ ജഘ്നേ 14,000 കോദണ്ഡപാണി അടമാന ഉവാസകൃച്ഛ്രം.
അശുദ്ധബുദ്ധേഹ ദുഷിച്ച ബുദ്ധിയോടുകൂടിയ രക്ഷസ്വസു രാക്ഷസ സഹോദരിയുടെ രൂപം വ്യകൃത രൂപത്തെ വികൃതമാക്കി അപാരണീയ കോദണ്ഡപാണി അലംഘ്യമായ കോദണ്ഡത്തെ പാണിയിൽ ധരിച്ചവനായിട്ട് തസ്യാഹ അവളുടെ ഹരത്രിശിര ദൂഷണ മുഖ്യ ബന്ധു ഹരൻ ത്രിശിരസ് ദൂഷണൻ മുതലായ പ്രധാന ബന്ധുക്കളെ ചതുർദശ സഹസ്രം 14,000 പേരെ ജഗ്നി ഹനിച്ചു. അടമാന സഞ്ചരിക്കുന്നവനായിട്ട് രുച്രം ഉവാസ കഷ്ടമായി വസിച്ചു. തന്നോടുണ്ടായ കാമവികാരത്താൽ ദുഷിച്ച ബുദ്ധിയോടുകൂടി സീതയെ ഉപദ്രവിക്കാൻ ഭാവിച്ച രാവണ സഹോദരിയായ ശൂർപ്പണഖയെ വിരൂപമാക്കി തീർത്തു. ആരാലും അതിക്രമിക്കാൻ കഴിയാത്ത കോദണ്ഡത്തെ മാത്രം സമമായി സ്വീകരിച്ചിരിക്കുന്ന വീരാഗ്രഗണനായ യാതൊരു ഭഗവാൻ ശൂർപ്പണഖയുടെ ബന്ധുക്കളായ ഖരൻ ദൂഷണൻ ത്രിശിരസ് മുതലായ പ്രമാണികൾ അടങ്ങിയ 14,000 സൈന്യങ്ങളെ വധിച്ചു. ദുഷ്ടന്മാരെ വധിക്കാൻ വേണ്ടി ക്ലേശം അനുഭവിച്ചുകൊണ്ട് കാട്ടിൽ 4 ഭാഗത്ത് സഞ്ചരിച്ചുവോ അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. സീതാ കഥാശ്രവണ ദീപിത ഹൃച്ഛയേന സൃഷ്ടം വിലോക്യ നൃപതേ ദശകന്ധരേണ ജഘ്നേത്ഭുതൈന വപുഷാശ്രമദോപകൃഷ്ടോ മാരീജമാശു വിശിഖേന യഥാ കമുഗ്ര. സീതാകഥാശ്രവണ ദീപിത ഹൃച്ഛയേന സീതയുടെ കഥാശ്രവണത്താൽ ഉജ്ജ്വലിച്ചിരിക്കുന്ന മന്മഥ വികാരത്തോടുകൂടിയ ദശകന്ധരേണ രാവണനാൽ സൃഷ്ടിക്കപ്പെട്ട അത്ഭുതേന വപുഷ അത്ഭുതമായ മാൻ ശരീരത്താൽ ആശ്രമത്തിൽ നിന്ന് അപകർഷിക്കപ്പെട്ട യാതൊരുവൻ മാരീചനെ ഉഗ്ര ശിവൻ കം യഥാ ദക്ഷനെ എന്ന പോലെ ജഗ്നെ ഹനിച്ചു. ആ ശൂർപ്പണഖയിൽ നിന്ന് സീതയുടെ സൗന്ദര്യാദി ഗുണങ്ങൾ കേട്ടതുകൊണ്ട് മന്മഥ വികാരപരവശനായ രാവണൻ രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് ദൂരെ അകറ്റാൻ വേണ്ടി മാരീചനെ അയച്ചു. ആശ്ചര്യമായ മാനിന്റെ ആകൃതി കാട്ടി ആശ്രമത്തിൽ നിന്ന് ദൂരെ ആക്കി തീർക്കപ്പെട്ട യാതൊരുവൻ ബാണത്താൽ ശ്രീ വീരഭദ്രൻ ദക്ഷനെ എന്ന പോലെ മാരീചനെ വധിച്ചുവോ ആ ശ്രീരാമചന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. രക്ഷോധമേന മൃഗവൽ വിപിനെ സമക്ഷം വൈദേഹരാജദുഹിതര്യഭയാഭിതായാം ഭ്രാത്രാവനെ കൃപണവൽ പ്രിയയാ വിയുക്ത സ്ത്രീസംഗിനാം ഗതിമിതി പ്രഥയൻശ്ചചാര. രക്ഷോധമേന രാക്ഷസാധമനാൽ വൃക്കവൽ ചെന്നായ എന്ന പോലെ വിപിനെ വനത്തിൽ അസമക്ഷം അസന്നിധാനത്തിൽ വൈദേഹരാജദുഹിതരി വിദേഹരാജപുത്രി അപയാപിതായാം അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടപ്പോൾ പ്രിയയാ വിയുക്ത പ്രിയയാൽ വേർപിരിയപ്പെട്ടവനായിട്ട് കൃപണൻ എന്ന പോലെ ഭ്രാതാവിനോടുകൂടി സ്ത്രീസംഗിനാം ഗതി സ്ത്രീസംഗികളുടെ അവസ്ഥയെ ഇതി പ്രഥയൻ ഇപ്രകാരമെന്ന് പ്രസിദ്ധപ്പെടുത്തുന്നവനായിട്ട് വനേ ചചാര വനത്തിൽ സഞ്ചരിച്ചു. രാക്ഷസാധമനായ രാവണൻ ശ്രീരാമലക്ഷ്മണന്മാർ വനാശ്രമത്തിൽ നിന്ന് അകന്നിരിക്കുന്ന തക്കത്തില് സീതയെ രക്ഷിതാവില്ലാതെ ഇരിക്കുമ്പോ ചെന്നായി ആടിനെ എന്ന പോലെ കാട്ടിൽ വെച്ച് അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി വെച്ചപ്പോ പ്രിയാവിയുക്തനായ യാതൊരുവൻ ദുഃഖിതനെന്ന് ഭാവിച്ചുകൊണ്ട് ലോകത്തിൽ സ്ത്രീ വിഷയാസക്തന്മാരുടെ കഷ്ടാവസ്ഥ വെളിപ്പെടുത്തുന്നവനായിട്ട് സഹോദരനായ ലക്ഷ്മണനോടുകൂടി ചേർന്ന് കാട്ടിൽ സഞ്ചരിച്ചുവോ ആ ശ്രീരാമചന്ദ്രൻ നമ്മളെ രക്ഷിക്കട്ടെ. ശ്ലോകം തുടർന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.